ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതുവത്സരം കൂടെ ദൈവം നമുക്ക് തരുന്നു എന്നുള്ളതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പുതുവത്സരത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ദൈവജനത്തിൻ്റെ ആത്മീക ഉണർവിനും കൂട്ടായ്മയ്ക്കുമായി കരിയംപ്ലാവ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 76 വർഷങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വചനത്തിൽ കൂടെ വ്യാപരിച്ച കരിയംപ്ലാവ് കൺവെൻഷൻ്റെ 77ാമത് സമ്മേളനം 2026 ജാനുവരി 5 മുതൽ 11 വരെ തീയതികളിൽ കരിയംപ്ലാവ് ഹെബ്രോൻ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. ലോകമെങ്ങുമുള്ള സകല ദൈവമക്കളും വളരെ ആകാംക്ഷയോടെ സന്തോഷത്തോടെ വിവിധ മാധ്യമങ്ങളിൽ കൂടെ ശ്രദ്ധിക്കുന്ന ഈ കൺവെൻഷൻ ലോകത്തിൻ്റെ പ്രത്യേകിച്ച് ക്രൈസ്തവരായിരിക്കുന്ന മലയാളി വിശ്വാസികളുടെ അവരെവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ദൈവജനത്തിൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് മാറാത്ത അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ, അതുപോലെ വചന ശുശ്രൂഷകൾ, ഇവകളൊക്കെ ആസ്വദിക്കുന്ന ഒരു കൺവെൻഷനാണ് കരിയംപ്ലാവ് കൺവെൻഷൻ. 77ാമത്തെ കൺവെൻഷനിലും അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ കടന്നു വരുന്നുണ്ട്. അതുപോലെ സെലസ്റ്റിയൽ റിഥം ബാൻഡ്, മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ, പുതിയതും പഴയതുമായിരിക്കുന്ന ഗാനങ്ങൾ ഒരുമിച്ച് പാടി ദൈവജനവുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സമ്മേളനങ്ങളാണ് വരുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവമക്കൾ, ഇന്ത്യയിൽ നിങ്ങൾ വാർഷികാവധി പ്രമാണിച്ച് ജാനുവരി മാസത്തിൽ നിങ്ങൾ ഇന്ത്യയിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലുണ്ടെങ്കിൽ ഈ കൺവെൻഷനിൽ കടന്നു വന്ന് സംബന്ധിക്കുവാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. അതുപോലെ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ക്രിസ്ത്യൻ ലൈവിലൂടെയും അതുപോലെ വിവിധ മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ ഈ കൺവെൻഷൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനും കഴിയുന്നതാണ്. അതിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. WMA ദൈവസഭയുടെ വിവിധ സംഘടനകൾ, യൂത്ത് ഫെലോഷിപ്പ്, സൺഡേ സ്കൂൾ മിനിസ്ട്രി, ലേഡീസ് മിനിസ്ട്രി, ഇങ്ങനെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവമക്കളെല്ലാം ഒത്തുചേർന്ന് കർത്താവിൻ്റെ ദാസന്മാരും WMA ജനറൽ കൗൺസിലും എല്ലാം ചേർന്ന് ഒരുമിച്ച് ഒരുക്കുന്ന ഈ ആത്മീയ വിരുന്നിൽ നിങ്ങൾ കടന്നു വരികയും സംബന്ധിക്കുകയും ചെയ്യുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ഹാർദമായി കരിയംപ്ലാവ് ഹെബ്രോൻ സ്റ്റേഡിയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. കൺവെൻഷൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശാലമായിരിക്കുന്ന പന്തലാണ് ഈ വർഷം ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ ധാരാളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. കടന്നു വരുന്ന എല്ലാ ദൈവമക്കൾക്കും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം കൊടുക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ നിലയിൽ ദൈവനാമ മഹത്വത്തിനായി ദൈവജനം ഒരുമിച്ച് കൂടുമ്പോൾ, കൂട്ടായ്മ ആചരിക്കുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ക്രമീകരിക്കുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ലോകമെങ്ങുമുള്ള വിശുദ്ധന്മാരായ ദൈവമക്കളുടെ പ്രാർത്ഥന ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതുപോലെ കടന്നു വന്ന് സംബന്ധിക്കുവാനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്കൊരുങ്ങാൻ. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്നുകൂടെ കെട്ടിപ്പടുക്കുവാനും അതുപോലെ ഉറപ്പിക്കുവാനും ഒക്കെ ഇതുപോലെയുള്ള ആത്മീയ കൂട്ടായ്മകൾ, ഇതുപോലെയുള്ള സംഗമങ്ങൾ, കൺവെൻഷനുകൾ നമുക്ക് അടിയന്തരമായിട്ട് ആവശ്യമാണ്. കൺവെൻഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. WMA പ്രസ്ഥാനത്തിൻ്റെ 77ാമത് കൺവെൻഷൻ ജാനുവരി 5 മുതൽ 11 വരെ ഹെബ്രോൻ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. നിത്യതയിൽ വിശ്രമിക്കുന്ന എൻ്റെ പിതാവ് പാസ്റ്റർ CS മാത്യു, എൻ്റെ മാതാവ് ഏലിയാമ്മ മാത്യു എന്നിവർ ചെറിയ തോതിൽ ആരംഭിച്ച ഒരു സുവിശേഷ യോഗമാണ് ഇന്ന് ലോകപ്രസിദ്ധമായ കരിയംപ്ലാവ് കൺവെൻഷനായി രൂപപ്പെട്ടിരിക്കുന്നത്. WMA പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായി
ഞങ്ങളോടൊപ്പം തന്നെ ഇതിൻ്റെ വിവിധ പുത്രികാ സംഘടനകൾ, ഇതിൻ്റെ കൊയർ, അതുപോലെ തന്നെ യൂത്ത് ഫെലോഷിപ്പ്, സൺഡേ സ്കൂൾ മിനിസ്ട്രി, ലേഡീസ് ഫെലോഷിപ്പ്, എല്ലാവരും ഇവിടുത്തെ ജനറൽ കൗൺസിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ വിജയമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പലപ്പോഴും WME പ്രസ്ഥാനത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ഐക്യതയാണ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് ശേഷം കർത്താവ് ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻപിലേക്ക് തിരഞ്ഞെടുത്തു. എന്നാൽ അത് ഞങ്ങളുടെ വലിപ്പമോ ഞങ്ങളുടെ ശ്രേഷ്ഠതയോ ഒന്നുമല്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന കർത്താവ് അത്രേ വലിയവൻ. ദൈവത്തിൻ്റെ കൃപയെന്നല്ലാതെ ഞങ്ങൾക്കൊന്നും പറയുവാനില്ല. WME പ്രസ്ഥാനത്തിൽ ഈ കൺവെൻഷൻ്റെ വിജയമെന്ന് പറയുന്നത് ഞങ്ങളുടെ ദൈവമക്കളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സംഭാവനയും സഹകരണവും അവരുടെ പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ തന്നെ ചെയിൻ പ്രയർ നടന്നുകൊണ്ടിരിക്കുക. സഹോദരിമാർ, ലേഡീസ് ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ സഹോദരിമാരെല്ലാം ചെയിൻ പ്രയറിലാണ്. ഓരോ മണിക്കൂറും മാറി മാറി ഓരോരുത്തർ ഇടമുറിയാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ പ്രാർത്ഥനയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കൺവെൻഷൻ ഇത്രത്തോളം വിജയകരമായി തീർന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ കൺവെൻഷനിൽ ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ആരാധനയ്ക്കാണ്. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കൊയറാണ് ഞങ്ങൾക്കുള്ളത്. സെലസ്റ്റിയൽ റിതം ബാൻഡ്, അതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭൃത്യനാണ് പാസ്റ്റർ ജാൻസൺ ജോസഫ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷകൾ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ ദൈവവചന ശുശ്രൂഷയ്ക്ക് ശേഷം ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നത് കൊണ്ടാണ് വിടുതലുണ്ടാകുന്നത്, പരിശുദ്ധാത്മ നിറവ് പന്തലിൽ വ്യാപരിക്കുന്നത്. ഇവിടെ ഈ വർഷം നടക്കുന്ന ഓരോ വർഷത്തിൻ്റെയും ആരംഭത്തിൽ ദൈവജനം ഒത്തുകൂടി ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരനുഭവം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം നടക്കുന്ന 77ാമത് കരിയംപ്ലാവ് കൺവെൻഷനിലേക്ക് ലോകമെമ്പാടുമുള്ള സകല ദൈവമക്കളെയും ഹാർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കടന്നു വന്ന അനുഗ്രഹം പ്രാപിക്കുവാൻ ഏവരെയും ഒരു പ്രാവശ്യം കൂടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. WME ദൈവസഭയുടെ 77ാമത് ദേശീയ ജനറൽ കൺവെൻഷൻ 2026 ജനുവരി 5 മുതൽ 11 വരെ കരിയംപ്ലാവ് ഹെബ്രോൺ സ്റ്റേഡിയത്തിൽ നടക്കും. കഴിഞ്ഞ 76 വർഷം സർവശക്തനായ ദൈവം ഈ മഹാ ആത്മീയ സംഗമത്തെ ജീവോത്സവമായി വഴി നടത്തി. അതിൻ്റെ പിന്നിൽ ദൈവമക്കളുടെയും ദൈവദാസന്മാരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും സഹകരണവും മുഖാന്തരമാണ് ഇത്രത്തോളം ജയമായി തീരുവാനിടയായി തീർന്നത്. 77ാമത് കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾ ഒക്കെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള സർവ്വജനവും ഒന്നടങ്കം ഈ കൺവെൻഷനിൽ അനുഭവിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന സുദിനങ്ങളാണ്. ഓൺലൈനായും ഓഫ്ലൈനായും ആയിരക്കണക്കിന് ആളുകൾ ഈ കൺവെൻഷനിൽ സംബന്ധിക്കാറുണ്ട്. ഈ കൺവെൻഷൻ WME ദൈവസഭയുടെ ദൈവമക്കൾ മാത്രമല്ല, ജാതിമത ഭേദമന്യേ അനേക ആളുകൾ ഈ കൺവെൻഷനിൽ കടന്ന് സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. WME എന്ന പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കൺവെൻഷനിൽ ലോകപ്രസിദ്ധരായ കർത്താവിൻ്റെ അഭിഷക്തന്മാർ ഓരോ ദിവസവും കടന്നു വന്ന് ദൈവവചനം സന്ദേശം കൈമാറുന്നതായിരിക്കും. രോഗികൾക്ക് വേണ്ടി പ്രത്യേകമുള്ള പ്രാർത്ഥന ഈ കൺവെൻഷനോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. ഈ കൺവെൻഷനിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും സർവശക്തനായ ദൈവം അതിൽ കൂടെ എല്ലാവർക്കും നൽകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും ഈ കൺവെൻഷനിലേക്ക് എല്ലാവരെയും കർത്തൃനാമത്തിൽ ഹാർദവമായി ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവസന്നാഹത്തിൽ ഇരിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ആദ്യമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം ഞങ്ങൾ അറിയിക്കുകയാണ്. WME ദൈവസഭകളുടെ 77ാമത് ജനറൽ കൺവെൻഷൻ 2026 ജനുവരി 5 മുതൽ 11 വരെ ഹെബ്രോൺ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. ലോക ഭൂപടത്തിൽ ഈ പ്രദേശത്തിൻ്റെ സ്ഥാനം ഉറപ്പിച്ച
അനുഗ്രഹീതമായ ഒരു കൺവെൻഷനാണ് കരിമ്പ്ലാവ് കൺവെൻഷൻ. പെന്തക്കോസ്ത് മൂല്യങ്ങളെ ഇന്ന് കാറ്റിൽ പറത്തിക്കൊണ്ട് പോകുന്ന അനേക കാര്യങ്ങൾ നമുക്ക് കാണാമെന്നാൽ അതിൻ്റെ മധ്യത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് തന്നെ പെന്തക്കോസ്ത് മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് അതിൻ്റേതായ നിലകളിൽ ജൈത്രയാത്ര തുടരുകയാണ് ഈ പ്രസ്ഥാനം. ലോകത്തിൽ അനേകർ ലൈവിൽ കൂടെയൊക്കെ കണ്ട് വിടുതൽ പ്രാപിച്ചവർ സാക്ഷ്യങ്ങൾ ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അനേകരിവിടെ സ്നാനപ്പെടുന്നു. അനേക യുവതലമുറകളിലേക്ക് ഈ സത്യങ്ങളെ ഞങ്ങൾ പകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ നിലകളിലും ഈ ആത്മീയ സംഗമം ഒരു വലിയ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഈ ആത്മീയ സംഗമത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിനു മഹത്വം. WME ദൈവസഭയുടെ ദേശീയ ജനറൽ കൺവെൻഷൻ 2026 ജനുവരി 5 മുതൽ 11 വരെ കരിമ്പ്ലാവ് ഹെബ്രോൺ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ദൈവസഭയുടെ വിശ്വാസ സമൂഹത്തിന് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കൺവെൻഷനെ കാണുന്നത്. ഓരോ വർഷത്തിൻ്റെയും ആദ്യ നാളുകളിൽ നടത്തപ്പെടുന്ന ഈ മഹാ കൺവെൻഷൻ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളുടെ സ്രോതസ്സായി മാറ്റപ്പെടുന്നു എന്ന് നിരവധി ആളുകൾ സാക്ഷ്യപ്പെടുത്താറുണ്ട്. തീർച്ചയായിട്ടും ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പരുക്കനായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ആത്മീയ വിടുതലും സൗഖ്യവും വിമോചനവും പ്രാപിക്കുവാൻ ഈ കൺവെൻഷന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വരുവിൻ, സംബന്ധിപ്പിൻ, അനുഗ്രഹം പ്രാപിപ്പിൻ. ജനുവരി 5 മുതൽ 11 വരെ നടക്കുന്ന ഈ മഹാസംഗമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു പുതുവത്സരാശംസകൾ കൂടെ അറിയിക്കുകയാണ്. ദൈവം ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകാൽ വേൾഡ് മിഷൻ ഇവാഞ്ചലിസം ദൈവസഭകളുടെ 77ാമത് ദേശീയ ജനറൽ കൺവെൻഷൻ 2026 ജനുവരി മാസം 5-ാം തീയതി മുതൽ 11-ാം തീയതി വരെ കരിമ്പ്ലാവ് ഹെബ്രോൺ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. WME പ്രസ്ഥാനം ആരംഭം കുറിച്ച കർത്താവിൻ്റെ വിളിയേറിയ അഭിഷിക്തൻ പാസ്റ്റർ CS മാത്യുവിനാൽ ആരംഭിക്കപ്പെട്ട ഈ ജനറൽ കൺവെൻഷൻ ഇന്ന് നേതൃത്വത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ റവറൻ ഡോക്ടർ OM രാജുക്കുട്ടി അവരുടെ നേതൃത്വത്തോടുകൂടി ഇപ്പോഴും നടത്തപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഈ കൺവെൻഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ പ്രാരംഭത്തിലാണ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിലൊക്കെ ഒരു വർഷത്തിൻ്റെ പ്രാരംഭത്തിൽ നടത്തപ്പെടുന്ന ഈ ക്രിസ്തീയ കൂട്ടായ്മ പിന്നീട് ആ ഒരു വർഷം ദൈവമക്കൾക്ക് ജീവിക്കുവാനുള്ള വലിയൊരു അനുഗ്രഹീത വചനങ്ങളൊക്കെ ഈ കൺവെൻഷനിലൂടെ പ്രാപിക്കുവാനായിട്ട് കഴിയും. എല്ലാ പ്രിയപ്പെട്ടവരെയും കൺവെൻഷനിലേക്ക് വളരെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വേൾഡ് മിഷൻ ഇവാഞ്ചലിസം ദൈവസഭകളുടെ സൺഡേ സ്കൂൾ മിനിസ്ട്രിയുടെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. 2026 എന്ന പുതിയ വർഷം കൂടെ ദൈവം നമുക്ക് ദാനം നൽകുന്നുവല്ലോ. WME ദൈവസഭകളുടെ ദേശീയ ജനറൽ കൺവെൻഷൻ 77ാമത് കൺവെൻഷൻ 2026 ജനുവരി 5-ാം തീയതി മുതൽ 11-ാം തീയതി വരെ WME ഹെബ്രോൺ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണല്ലോ. കഴിഞ്ഞ 76 വർഷങ്ങൾ വിജയകരമായി ദൈവം ഈ പ്രസ്ഥാനത്തെയും കൺവെൻഷനെയും നടത്തി. പിതാക്കന്മാരാൽ ആരംഭിക്കപ്പെട്ട ചെറിയ തോതിലുള്ള സുവിശേഷ യോഗമാണ് ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന കരിമ്പ്ലാവ് കൺവെൻഷൻ എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ളത്. ഈ കൺവെൻഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷയും അതോടൊപ്പം തന്നെ അനേകർക്ക് ആശ്വാസവും വിടുതലുമാകുന്ന ഗാനങ്ങളുമാണ്. ലോകമെമ്പാടുമുള്ള മലയാളി ക്രൈസ്തവർ ഓൺലൈനിലൂടെ ഈ സ്റ്റേഡിയത്തിൽ കടന്നു വരുന്നവർ അങ്ങനെയും ഈ ഗാനത്തിൻ്റെ വരികൾ കേട്ട് അതിനോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് വിടുതലുകൾ പ്രാപിക്കുന്ന അനവധി അനുഭവങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. WME പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരുന്ന ഭക്തകവി റവറൻ CS മാത്യു എന്ന് പറയുന്ന അനുഗ്രഹീത പിതാവിലൂടെ രചിക്കപ്പെട്ട അനവധി ഗാനങ്ങൾ, പ്രത്യേകിച്ചും കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, 10,000 പേർകളിൽ പരമസുന്ദരനായ എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ എന്ന് തുടങ്ങുന്ന ഗാനങ്ങൾ ഏതൊരു മലയാളി ക്രൈസ്തവൻ്റെയും നാവിൻ തുമ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്നവ തന്നെയാണ്. അതിനകത്തൊരു അനുഗ്രഹീത ഗാനമാണല്ലോ എൻ പ്രിയനെപ്പോൾ സുന്ദരനായി എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം. അതിനകത്തൊരടി മണ്ണെ പ്രതി മാണിക്യം ഞാൻ വെടിയുകയില്ല. ഏതൊരു ക്രിസ്തീയ ദൈവ പൈതലിൻ്റെയും ജീവിത വിജയത്തിൻ്റെ ആപ്തവാക്യം കൂടെയാണ് ആ വരികൾ. അതോടൊപ്പം തന്നെ ഇന്ന് പ്രസ്ഥാനത്തിന് അനിഷേധ്യ ചുമതല വഹിക്കുന്ന റവറൻ ഡോക്ടർ OM രാജുക്കുട്ടി,
അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സിസ്റ്റർ സൂസൻ രാജുകുട്ടി വാത്സല്യ പിതാവിൻ്റെ മാതാവിൻ്റെയും ഒക്കെ തൂലികളുടെ പുറത്തു വന്ന ഗാനങ്ങൾ അത് ലോക ക്രൈസ്തവരൊക്കെ പാടുന്ന അനുഗ്രഹീത ഗാനങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും പിതാവിനെ രചിക്കപ്പെട്ട നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, പാരിൽ പാർക്കുമൽ പായുഷ്യൽ എന്ന് തുടങ്ങുന്ന ഗാനങ്ങളൊക്കെ ഇന്ന് ലോകപ്രസിദ്ധമാണ്. അതോടൊപ്പം വാത്സല്യ മാതാവിൻ്റെ തൂലിക എന്ന് പറയുന്ന എന്നുമേഘെ വന്നിടും എൻ്റെ പ്രാണനായക എന്ന് തുടങ്ങുന്ന ഗാനം ഏതൊരു വേദിയിലും അനേകർ ആലപിക്കുന്ന ഗാനങ്ങളാണ്. ഇവയൊക്കെ കേട്ട് അനുഗ്രഹം പ്രാപിച്ച് വന്നിട്ടുള്ള അനവധി അനുഭവങ്ങൾ ഇന്നും ഞങ്ങളുടെ കാതുകളിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതെ, ഇവിടെ മുഴങ്ങുന്ന ഗാനത്തിൻ്റെ ശബ്ദങ്ങൾ, അതിലൂടെ വെളിപ്പെടുന്ന ആരാധനയുടെ സൗരഭ്യം അനേകർക്ക് അനുഗ്രഹമാണ്. 2026 ജനുവരി 5 മുതൽ 11 വരെ നടക്കുന്ന കൺവെൻഷനിലേക്ക് ഞങ്ങൾ നിങ്ങളേവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന് അനുഗ്രഹീത ആത്മീക ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിച്ച് അതിനുള്ള വിടുതലുകൾ പ്രാപിച്ച് കർത്താവിൽ സന്തോഷിക്കുവാൻ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരെയും വളരെ ആത്മാർത്ഥമായി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. WME ദൈവസഭകളുടെ ദേശീയ സംഗീത വിഭാഗമായ സെലസ്റ്റിയൽ റിതം ബാൻഡാണ് ഈ കൺവെൻഷന് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്നത്. നമ്മുടെ 77ാമത് ജനറൽ കൺവെൻഷൻ്റെ പന്തൽ പ്രാവശ്യം നമ്മുടെ പുതിയ സഹോദരങ്ങളാണ് ഇടുന്നത്. വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ കർത്താവ് അവർക്ക് കൃപ കൊടുക്കട്ടെ. നമ്മുടെ വലിയ ആത്മീയ അന്തരീക്ഷം നമ്മുടെ ഈ പന്തലിനുള്ളിൽ നടക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായിരിക്കുന്ന ഈ സായാഹ്ന വേളയിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഞങ്ങളെ നടത്തിയ അവിടുത്തെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവം എത്ര നല്ലവൻ, ദൈവം എത്ര വിശ്വസ്തൻ. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ വചനം ലോകത്തോട് വിളിച്ചു പറയുവാൻ കഴിഞ്ഞ 77 വർഷമായി ഞങ്ങൾക്ക് കർത്താവ് നൽകിയ സാവകാശത്തിനായി സൗകര്യങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. 2026 ജനുവരി 5 മുതൽ 11 വരെ നടക്കുന്ന 77ാമത് WME ജനറൽ കൺവെൻഷൻ്റെ പന്തലിൻ്റെ കർത്താവെ ആദ്യത്തെ തൂണ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇവിടെ സ്ഥാപിക്കുകയാണ്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഞങ്ങളുടെ ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവിടുന്ന് അടിസ്ഥാനമിടാതെ ഒന്നും ഉറപ്പിക്കപ്പെടുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവെ, ഞങ്ങൾ പ്രയത്നിക്കുന്നതോ ഞങ്ങൾ അധ്വാനിക്കുന്നതോ ഒക്കെ രണ്ടാമതാണ്. എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ് ആദ്യം ഞങ്ങൾക്ക് വേണ്ടത്. കർത്താവെ സ്തോത്രം. ഈ പന്തല് കർത്താവെ ഈ പ്രാവശ്യം ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അവരോട് കൂടിയിരിക്കണമേ. യാതൊരു ആപത്തുകളോ അനർത്ഥങ്ങളോ തടസ്സങ്ങളോ ഒന്നും വർക്കിനകത്ത് ഉണ്ടാകരുത്. അവരെല്ലാവരും കർത്താവെ ഐക്യതയോടെ ആ വർക്ക് ഭംഗിയായിട്ട് ചെയ്ത് കർത്താവ് ഇതുവരെ കർത്താവെ ഇവിടെ കർത്താവ് വിരിക്കപ്പെട്ട പന്തലിനേക്കാളൊക്കെ ഏറ്റവും മനോഹരമായ ഒരു പന്തലായിട്ട് കർത്താവ് ഇത് വരുവാൻ സഹായിക്കണമേ. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ തേജസ് ഈ പന്തലിനെ നിറയ്ക്കണമേ കർത്താവെ.